പിന്നെ ടൈപ്പ് കാസ്റ്റ് ആകുമെന്നുള്ളൊരു പേടി എനിക്ക് ഒരിക്കലും ഇല്ല ആക്ച്വലി. എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഫീൽ ഗുഡിൻ്റെ ആളാണ്, അല്ല ഫീൽ ഗുഡ് മൂവീസിൻ്റെ ആളാണ്. ബട്ട് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ് ഒരു ജോണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു ജോണറാണ്. ഹൗ വുഡ് യു കമ്പയർ ഭരതനാട്യം ആൻഡ് അഭിലാഷം? അല്ലേ, രണ്ടും ഫീൽ ഗുഡാണ്. പക്ഷേ ഇപ്പം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് അതും ഫീൽ ഗുഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതൊരു വലിയ ഏരിയയാണ്. അതിൻ്റെ അകത്ത് സബ് ജോണേഴ്സ് ഉണ്ട്. സോ വി ആർ ഡൂയിങ് റൊമാൻറ്റിക് ലവ് സ്റ്റോറി ഓർ റൊമാൻറ്റിക് ഡ്രാമ ഓർ റോം കോം ഇൻ അഭിലാഷം. മറ്റേത് ഫാമിലി ഡ്രാമയാണ്, അല്ലേ? ഇത് ഫാൻറ്റസിയാണ്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. പക്ഷേ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഫീൽ ഗുഡാണ്. ഇടയ്ക്ക് ആക്ച്വലി ഒരു ടാഗ് തന്നെ വരുന്നു, EMI സ്റ്റാർ, ലോൺ സ്റ്റാർ, അല്ലെങ്കിൽ പ്രാരാബ്ധം സ്റ്റാർ എന്നൊക്കെ. അങ്ങനെ ഒരു ടാഗൊക്കെ വന്നപ്പോഴത്തേക്ക് ആക്ച്വലി എന്തെങ്കിലും ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നതാണെന്ന് എന്തെങ്കിലും അന്ന് ആ ഒരു സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടോ? ടൈപ്പ് കാസ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻഫാക്റ്റ് ഇത് ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അതിന് വലിയ ലൈക്സും കമൻസും ഒന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. അതെ അതെ അതെ. അപ്പോഴാണോ സൈജു കുറുപ്പ് അത് റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്? അതെ 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 അതെ. പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാ നടന്മാരുടെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കേസിൽ ഒരു ഇതെടുത്തു. ഇപ്പം സുരേഷ് ചേട്ടൻ ഉണ്ടല്ലേ, കൺവിൻസിങ് സ്റ്റാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺവിൻസിങ് എല്ലാ പടത്തിലും അത് അങ്ങനെയൊക്കെ അത് ഈസിയാണത്. നമ്മളിപ്പം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഞാൻ ആക്ച്വലി ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ഹൂവർ ഡിഡ് ദാറ്റ്. ഞാനിപ്പോൾ പേര് മറന്നുപോയി. അതായത് അത്രയും വാച്ച് ചെയ്തിട്ടുണ്ടോ അയാൾ സിനിമകൾ, അല്ലേ? എന്നിട്ടത് കറക്റ്റായിട്ട് ഓരോ സാധനങ്ങൾ കറക്റ്റായിരുന്നത്. അപ്പം ഞാൻ സാധാരണ എൻ്റെ സിനിമയുടെ പോസ്റ്റ് ഇടുമ്പം ഇങ്ങനെ ഒരുപാട് പേര് ലൈക്കൊന്നും അങ്ങനെ വരാറില്ല ഫേസ്ബുക്കിലൊന്നും. പക്ഷേ ഇങ്ങനത്തെ സാധനം ആയപ്പോഴത്തേക്കും ഇത് 10,000K ലൈക്സൊക്കെ. മനസ്സിലായോ? ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ദുൽഖറുമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഫോട്ടോ ഇട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയത്. പക്ഷെ അതിൻ്റെ ആ റെക്കോർഡും എന്താണ് ഇത് വന്നപ്പോഴത്തേക്കും. അല്ലെങ്കിൽ വെച്ചാൽ ഇത് ഈ ട്രോളുകൾ ആൾക്കാരെ ആസ്വദിക്കുമല്ലോ. സോ ദേ ലൈക്ക് ദാറ്റ്. ആൻഡ് അപ്പോൾ അന്നോട്ടാണ് ഇതിനെപ്പറ്റി പിന്നെ ആൾക്കാർ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യുന്നില്ല. ഉപചാരപൂർവ്വം കൊണ്ടുതരാൻ ആ കഥാപാത്രം അതിൻ്റെ പെർഫോമൻസിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം സഞ്ജുവിനെക്കാട്ടിലും പ്രായം കൂടിയ ഒരാളുടെ വേഷമാണ് അതിൽ ചെയ്തതെന്ന് തോന്നുന്നു. ചുറ്റും കോമഡി നടക്കുമ്പോൾ ഇയാൾ മാത്രം ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ഒരു പാട്രിയാർക്ക് ഓഫ് ദ ഫാമിലി, ആ ഒരു കോൺസെപ്റ്റാണ്. അതെങ്ങനെയുണ്ടായിരുന്നു? സ്വന്തം നാട്ടിലല്ലേ ഷൂട്ട് ചെയ്തത്? അത് ആക്ച്വലി ഗുണ്ടജയൻ വളരെ എനിക്ക് പേഴ്സണലി ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. വളരെ സ്റ്റബേണാണ് ഇയാൾ, ഭയങ്കര റഫാണ്, ചിരിക്കില്ല. ആ പടത്തിലാണ് ചിരിച്ചിട്ടുണ്ടോ? കുറവാണ്. ഒരു പ്രാവശ്യം പോലും ചിരിച്ചിരിക്കുന്നത്. ഹ്യൂമർ ആണെങ്കിലും ചിരിയില്ലല്ലോ, ഓഡിയൻസ് ആണ് ചിരിക്കുന്നത്. ഇവിടെ കോമഡി നടക്കുന്നുണ്ട്, അത് ശരിയാണ്. അപ്പം ഇത് അരുൺ എന്നോട് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ലീഡ് റോൾ പരിപാടി ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്, സബ്ജക്റ്റ് നല്ലതാണ്, എന്നിട്ട് അതിൻ്റെ അകത്ത് വേറെയും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നല്ല ക്യാരക്ടേഴ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അരുൺ പറഞ്ഞു, ഞാൻ ഓൾറെഡി 1-2 പേരുടെയൊക്കെ ഇത് പറഞ്ഞു, പക്ഷേ അവരെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് ഫീലൊന്നും ചെയ്തില്ല, ഇത് ഓക്കെയാണ്. അപ്പോൾ ചേട്ടാ ഒന്ന് സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊന്ന് തീരുമാനിച്ചാൽ മതി, സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചേട്ടന് ചെയ്യണമെങ്കിൽ റിജക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ റൈറ്റർ രാജേഷ് വർമ്മ വന്നിട്ട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത് അരുണിനും അറിയാമെന്ന് തോന്നുന്നു, സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ റിജക്റ്റ് ചെയ്യില്ലെന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ നാട്ടിൽ ചേർത്തലയിലാണ് അത് ഷൂട്ട് ചെയ്തത്. ഈ ചേർത്തലയിൽ പൻസാര പോലത്തെ മണ്ണാണ്. അപ്പം പൊതമണ്ണെന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ അവിടെ വലിയ കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നേരുന്നു, ആൾക്കാർ വാരിക്കൊണ്ടൊക്കെ പോയി. വലിയ കുന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് ക്യാമറ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ പറയായിരുന്നു, നമുക്ക് അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നാഗ്പൂരിൽ നമ്മുടെ ഫ്രണ്ട്സിനെ പോയി പറ്റിക്കണം. ഞങ്ങൾ കാശ്മീരിൽ പോയി. അതിൽ അത്ര സ്നോ വൈറ്റാണ് ആ മണ്ണ്. കറക്റ്റ് ആ കുന്ന് കറക്റ്റ് മല പോലെ ഇരിക്കും.
സ്നോ നിറഞ്ഞ മല പോലെ. അപ്പോൾ ആ മണ്ണിൽ ചേർത്തലയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ആ പറഞ്ഞ ഗ്രാമപ്രദേശത്ത് എൻ്റെ പടങ്ങളുടെ ഷൂട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ആൻഡ് അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മേക്കിംഗ് ഒക്കെയാണ്, കൂടുതലും ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് കോവിഡ് ഒന്നും തന്നെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്രൊഡ്യൂസർ നമ്മുടെ ഷെബാഭായി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നിർമ്മിച്ച പടം വരണമെന്ന്. സോ വി വെയിറ്റഡ് ആൻഡ് then ultimately it came to the theatres and did well in theatres. Yeah. And Dulkarum another production. Yeah. Dulkar actually, Dulkar also became a part of the production team because I requested him to help me. And without even watching the movie, he said, I will do it. ആൻഡ് ഞാൻ ദുൽഖറിനെ ഇത് കണ്ടിട്ട് ഐ സെഡ് നോ, യു വാച്ച് ദ മൂവി ആൻഡ് ദെൻ യു ടേക്ക് എ ഡിസിഷൻ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഞാൻ ഓക്കെ DQ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കൊടുത്തിട്ട് താങ്ക് യു പറയാൻ പോവാണ്. ഞാൻ താങ്ക് യു പറയുന്നതിന് മുമ്പേ ദുൽഖർ എന്നോട് താങ്ക് യു പറഞ്ഞു. ഞാനത് ആക്കിയതാണ്. ഞാനാണല്ലോ അങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് പോയത്. അപ്പം ഞാൻ പുള്ളി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ താങ്ക് യു പറയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ് ബേട്ടെ ഞാനല്ലേ പറയേണ്ടത് താങ്ക് യു എന്ന്. അപ്പോൾ ഉടനെ ദുൽഖർ പറഞ്ഞ് അല്ല, നീ ഒരു പടത്തിൽ അഭിനയിച്ചു, നിൻ്റെ പടം അത് നിനക്ക് നല്ലതെന്ന് തോന്നി, എന്നിട്ട് നീ ഞങ്ങളുടെ വേഫർ ഫിലിംസിനെ അപ്രോച്ച് ചെയ്യുവാണ്. അപ്പോൾ ഒരു നല്ല പടമായിട്ട് നീ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാനല്ല താങ്ക് യു പറയേണ്ടത്. ഞാൻ കൺഫ്യൂസ്ഡായി. ഞാൻ പറഞ്ഞു എന്തായാലും ഇരിക്കട്ടെ, ആ താങ്ക് യു അക്സെപ്റ്റഡ്, എൻ്റെ താങ്ക് യു അക്സെപ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വാങ്ങി. സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ ആൾക്കാർ താങ്ക് യു എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, അതുകൊണ്ട് ബട്ട് ഈസ് എ വെരി ജെന്യൂൻ ഗായ്. അതിൻ്റെ സീക്വൽ വരുന്നുണ്ടാവും. അതിൻ്റെ സീക്വൽ നമ്മൾ 2-3 പടങ്ങളുടെ സീക്വൽ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ ഏതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഒന്ന് ഗുണ്ടജയൻ്റെ സീക്വൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, രണ്ടാമത് അന്താക്ഷരിയുടെ സീക്വൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഭരതനാട്യത്തിൻ്റെ സീക്വൽ ഓൾസോ വി ആർ പ്ലാനിങ്. ഭരതനാട്യത്തിൻ്റെ ഓൾമോസ്റ്റ് ഡൺ ആണ്, എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. സോ മോസ്റ്റ്ലി വി വിൽ ഷൂട്ട് ദിസ് ഇയർ. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ കാണും. ഇതിൽ സെക്കൻഡ് പാർട്ടിൽ ടൈറ്റിൽ വിൽ ബി ഡിഫറെൻറ്റ്. ഇറ്റ് വോണ്ട് ബി ഭരതനാട്യം 2. ടൈറ്റിൽ വിൽ ബി ഡിഫറെൻറ്റ്, പക്ഷേ ഭരതനാട്യം 2 ആയിരിക്കും. സെയിം ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച്. സെയിം ക്യാരക്ടേഴ്സ് വെച്ച്. കമ്മിങ് ഫ്രം ഗുണ്ടജയൻ, ഇപ്പോൾ ലീഡ് റോൾസിനെ എങ്ങനെയാണ് നോക്കുകയാണെന്ന്? അതായത് ഇപ്പോഴും പേടിയാണ്. അതെന്താണ് കാരണം മാത്രം സെലക്ട് ചെയ്യുന്നു ലീഡിനോടുള്ള എടുക്കാൻ? പലരും നേരെ തിരിച്ചാണല്ലോ ആക്ടർ. ഈ ക്യാരക്ടർ റോൾസ് ആണെങ്കിൽ നമുക്ക് തുരുതുര പടം കിട്ടും. ഈ ലീഡ് റോൾസും ഇപ്പം നമുക്ക് സംഭവിച്ചാൽ സപ്പോർട്ടിംഗ് റോൾസ് അധികം വരുന്നില്ല. ബിക്കോസ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ എം ഓൺലി ഡൂയിങ് ലീഡ് റോൾസ്. സോ വല്ലപ്പോഴൊക്കെ സപ്പോർട്ടിംഗ് റോൾ വരുന്നുള്ളൂ. അപ്പം ലീഡ് റോൾസിൽ നമുക്ക് ബാക്ക് ടു ബാക്ക് ഫിലിംസ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നല്ല ഗ്യാപ്സ് വരും. അതൊന്ന്. രണ്ടാമത്തത് നല്ല റെസ്പോൺസിബിലിറ്റിയാണ്. രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെ നമ്മൾ പല ചാനൽസിനും നമ്മൾ ഒരു സിനിമയുടെ പ്രൊമോഷന് ആ സിനിമയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാഫ് ആൻ അവർ വൺ ചാനൽ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലുള്ള ചാനലിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് ബ്രേക്ക്, അടുത്ത അരമണിക്കൂർ നമ്മളിരിക്കുന്നു, ഈ സെയിം സാധനം തന്നെയാണ് പറയുന്നത്. അടുത്ത 10 മിനിറ്റ് ബ്രേക്ക്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ലഞ്ചിന് വേണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യും, അതിനിട്ട് വീണ്ടും വന്നിരിക്കും, അതിനിടയ്ക്ക് ഡ്രസ്സ് മാറും, അത്രേ ഉള്ളൂ. ഇത് 2 ദിവസം പോകും. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് യൂട്യൂബ് ചാനൽസ്. ഓക്കെ, ആരോടും നമുക്ക് നോ പറയാൻ പറ്റില്ല. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളിരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ എന്നാണ്. ബട്ട് പറഞ്ഞ കാര്യം തന്നെ നമ്മൾ 25-30 പ്രാവശ്യം പറയണം 2 ദിവസം കൊണ്ട്, അല്ലേ? ദാറ്റ് ഈസ് ആക്ച്വലി സ്ട്രെസ്ഫുൾ. ദെൻ പ്രൊമോഷൻസിന് വേണ്ടി ഇറങ്ങണം, നമ്മൾ കോളേജസിൽ പോകണം, ഫങ്ഷൻസിൽ പോകണം. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ബട്ട് യു ഹാവ് ടു ഗോ. പിന്നെ പടം റിലീസായി കഴിയുമ്പോഴത്തേക്കും തിയേറ്റർ വിസിറ്റ്സ് ഉണ്ടാവും, അഗെയിൻ നമ്മൾ ക്രൗഡിലേക്ക് പോവാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സപ്പോർട്ടിംഗ് റോളാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഡെഫിനറ്റ്ലി പ്രൊമോഷൻസിന് പോകണം, പക്ഷേ നമ്മൾ എല്ലാത്തിലും ഇരിക്കേണ്ടി വരില്ല. ബിക്കോസ് വി ആർ നോട്ട് ദ ലീഡ് ആക്ടർ.
നമ്മൾ ചില ഇൻ്റർവ്യൂസിലിരുന്നാൽ മതി. തിയേറ്റർ വിസിറ്റിൽ നമ്മൾ എല്ലാത്തിലും പോയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ലീഡ് ആക്ടർ ഹാസ് ടു ഗോ. ഞങ്ങളുടെ ലീഗിലുള്ള ലീഡ് ആക്ടേഴ്സിൻ്റെ കാര്യം പറയണത്. സ്റ്റാർസ് ആണെങ്കിൽ ചിലപ്പം തിയേറ്റർ വിസിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ പിന്നെ ചില സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ കോളേജിൽ പോയി പ്രൊമോട്ട് ചെയ്യാൻ. എന്നുവെച്ചാൽ അവിടെ ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഫാമിലി മൂവി ആണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ വേറെ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ വെൻ പ്രൊഡക്ഷൻ പീപ്പിൾ സേ ദാറ്റ് യു ഹാവ് ടു ഗോ മീൻസ് യു ഹാവ് ടു ഗോ. അവിടെ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വെൻ വി ഡു ലീഡ് റോൾസ്. ഇത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. സപ്പോർട്ടിംഗ് റോളിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ആൾക്കാർ എന്നോട് ഞാൻ ഫീൽ ഗുഡ് മൂവിയുടെ ആളാണെന്നൊന്നും പറയില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ദാവിദിലും അഭിനയിക്കുന്നുണ്ട്, ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിലും അഭിനയിച്ചു, ഞാൻ ആടിലും അഭിനയിക്കുന്നുണ്ട്, ട്രിവാൻഡ്രം ലോഡ്ജിലും അഭിനയിച്ചു. പല പല ജോണേഴ്സിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. ഞാൻ ഇടി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു, അത് ആക്ഷൻ പടമായിരുന്നു. അപ്പം സപ്പോർട്ടിംഗ് റോൾ ആയതുകൊണ്ട് പല പല ടൈപ്പ് ഓഫ് ഇതിൽ നമുക്ക് അപ്പം നമ്മൾ ഇപ്പം സോ കോൾഡ് കാറ്റഗറൈസിങ് ഉണ്ടല്ലോ, ആ സാധനം സംഭവിക്കില്ല. ലീഡ് ചെയ്യുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഐ ഡോണ്ട് ഡ്രീം ടു ബി എ വെരി ബിഗ് സ്റ്റാർ. ഇത് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. സോ ഐ ജസ്റ്റ് വോണ്ട് വർക്ക്. എനിക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിനിമകളുടെ ഭാഗമായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം.